അയാൾ എവിടെയാണ്, ഇന്നയാൾ എവിടെയാണ്, അയാൾക്ക് രോഗമുണ്ടെന്ന് കേട്ടാൽ നേരെ എല്ലാവരും കൂടിപ്പോയി സന്ദർശിക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു രീതിയാണ് നമ്മെ അള്ളാഹുവിന്റെ പ്രവാചകർ മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതി, ആ ശൈലിയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ മറിച്ചു വെക്കും. നമുക്കില്ലാത്ത നമുക്ക് അനുഭവിക്കുമ്പോൾ മറ്റൊരാൾ വരണമെന്ന് നമ്മൾ ആശിക്കും. അയാൾക്ക് എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ നമ്മൾ പോകാറുമില്ല. നമ്മൾ ആലോചിക്കണം, അങ്ങനത്തെ ഒരു സ്ഥിതി വരുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സൊന്ന് ആലോചിക്കൂ. ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്നും കഴിയാത്ത പാവം വിഷമത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് സലാം പറഞ്ഞാൽ, ഒരു മുസ്ലിയാരുടെ നിഴലെന്ന് കണ്ടുപോയാൽ ഒരു പ്രാർത്ഥന കൊതിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. ഒരു ഉമറായിന്റെ മഹല്ലത്തിലെ പൗരപ്രധാനികളായ ആളുകളുടെ നിഴൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചാൽ എന്തൊരു സമാധാനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിന് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു മരുന്ന് വാങ്ങാൻ ആരെങ്കിലും തയ്യാറായി എന്ന് കേൾക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണ് അദ്ദേഹത്തിന് വരുന്നത്. അതാവട്ടെ നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നവരുടെ, സ്വന്തം നാട്ടിലെ, ഏതെങ്കിലും നാട്ടിലെ അല്ല, സ്വന്തം അയൽവാസികളുടെ, സ്വന്തം നാട്ടുകാരുടെ, സ്വന്തം കുടുംബത്തിലെ പോലും ആളുകൾ പട്ടിണിയിലും രോഗത്തിലും എടങ്ങാറിലും ദുരിതത്തിലും മുസീബത്തിലുമായി വലയുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. വിളിച്ചുണർത്താൻ, നമ്മൾ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ കഴിയുമെങ്കിലും ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണ് തുറക്കാൻ, നമ്മുടെ ഖൽബ് തുറക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദൂ മർദാക്കും, നിങ്ങളെ രോഗികളെ നിങ്ങൾ സന്ദർശിക്കുക, വമുറൂഹും അയ്യദൂലക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരോട് നിങ്ങൾ കൽപ്പിക്കുക. എന്തുകൊണ്ട്? ഫഇന്ന ദഅവത്തൽ മരീദി മുസ്തജാബ, രോഗിയുടെ പ്രാർത്ഥന ഇജാബത്ത് നൽകപ്പെടുന്നതാണ്. വദംബഹു മഗ്ഫൂർ, എന്തൊരു ഹദീസാണ്! നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സന്ദർശിക്കണമെന്നും അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയണമെന്നും അവരുടെ രോഗികളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്നും പറയുമ്പോൾ നമുക്ക് ദിവസം എന്താണ് നമുക്ക് ചെലവുള്ളത്? ഒരു രോഗിയുടെ അടുത്ത് പോയി അയാളുടെ തലഭാഗത്തിരുന്നുകൊണ്ട് അയാളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഒരു സാന്ത്വനവാക്ക് പറയാൻ എന്തിനു മടിക്കണം സഹോദര? നമുക്കൊരു അനുഭവം, നമുക്ക് സ്വർഗത്തിന്റെ എന്തോ ഒരു പൂന്തോപ്പിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. മൻ ആദ മരീബ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അയാൾ സ്വർഗത്തിന്റെ പൂന്തോപ്പിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു തആല ചോദിക്കുന്നത്, അല്ലാഹു ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു പറയുമത്രേ, ഇബ്ന ആദം, ആദമേ മനുഷ്യ, മരിൽതു ഫലം തഅദിനി, എനിക്ക് രോഗം ബാധിച്ചിട്ട് നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കും. മനുഷ്യ, എനിക്ക് രോഗബാധിതനായപ്പോൾ, ഞാൻ രോഗബാധിതനായപ്പോൾ എന്നെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല? അപ്പോൾ പറയുമത്രേ, ഫഖാല യാ റബ്ബി, എന്റെ തമ്പുരാനെ, കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, എങ്ങനെയാണ് നിന്നെ ഞങ്ങൾ സന്ദർശിക്കുക? ഞാൻ എങ്ങനെയാണ് അങ്ങയെ സന്ദർശിക്കുക? അങ്ങ് റബ്ബുൽ ആലമീനല്ലയോ, നീ റബ്ബുൽ ആലമീനല്ലയോ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നത്, അമാ അലിംത അന്ന അബ്ദി ഫുലാനാ, നിനക്കറിയില്ലേ എന്റെ ഇന്നാലിന്ന ബാപ്പുട്ടി ഹാജി, അല്ലെങ്കിൽ ഇന്നാലിന്ന മരക്കാർ, ഇന്നാലിന്ന യൂസുഫ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ രോഗം ബാധിച്ച് കിടപ്പുണ്ടെന്ന വാർത്ത നീ അറിഞ്ഞില്ലേ? ഫലം തഅദുഹു, എന്നിട്ട് അവനെ നീ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു, അയാളെ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ എന്നെ കാണാമായിരുന്നു. അതുകൊണ്ട് അയാളെ സന്ദർശിക്കാത്തതിന്റെ ഫലം നാളെ അനുഭവിക്കും. അള്ളാഹു ചോദിക്കും, എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? പ്രിയപ്പെട്ടവരെ, അള്ളാഹനെ സന്ദർശിച്ചതുപോലെയല്ലേ സ്വന്തം സഹോദരൻ, സ്വന്തം സ്നേഹിതൻ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട, സ്വന്തം അയൽവാസികളിൽപ്പെട്ട, സ്വന്തം പ്രദേശത്തെ മഹല്ലത്തിലെ ആളുകളെയൊക്കെ രോഗികളായി കിടക്കുന്നവരെ സന്ദർശിക്കാൻ കഴിഞ്ഞാൽ
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന വല്ലാഹി ഖദ് സഹിബനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഹദരി ഫിസ് സഫരി വൽ ഹദരി. യാത്രയിലും നാട്ടിലും യാത്രയിലും ഒക്കെയായി ഒരുപാട് പ്രവാചകനോട് മുത്തുനബിയോട് സഹവസിച്ചവനാണ് ഞാൻ. വകാന യഊദു മർദാനാ, ഞങ്ങളുടെ രോഗികളെ പ്രവാചകൻ എപ്പോഴും സന്ദർശിക്കുമായിരുന്നു. ജനായിസനാ, ഞങ്ങളുടെ ജനാസകളോട് എപ്പോഴും അനുഗമിക്കുമായിരുന്നു. ഞങ്ങളോട് എപ്പോഴും യുദ്ധം ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മുടെ ജനാസകളുടെ അവസ്ഥ എന്താണ്? ഒരു നല്ല പ്രതാപമുള്ള പണമുള്ള മാന്യനായ ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കാതെ നമ്മൾ ജോലി ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥ, നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ, അന്ന് ആളുകൾ മുഴുവനും കൂടും. ഒരു പ്രതാപമുള്ളവനാണെങ്കിൽ, ഒരു അഗ്നിയ ആണെങ്കിൽ, നാട്ടിലെ പൗരപ്രമാണിയാണെങ്കിൽ, എങ്കിലൊരു പാവം മനുഷ്യൻ, അവനും മനുഷ്യനല്ലയോ? ഒരു ദുർബലനായ ബലഹീനനായ പാവമായ മിസ്കീനായ യതീമായ ഒരു വിധവയായ ഏതെങ്കിലും ഒരു പാവം മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ അയാളെ വീട്ടിലേക്ക് വരാനാളില്ല. എന്തുകൊണ്ടാ? അയാൾ പാവമാണ്. അവിടെ തസ്ബീഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ ആകെ വിരലിലെണ്ണാവുന്ന മനുഷ്യർ മാത്രമാണ് ഖബറിനടുത്തുള്ളത്. തൽഖീർ ചൊല്ലിക്കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊടുക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടി ശഫാഅത്ത് ചൊല്ലാൻ ആളുകളായി എത്രയെത്ര ആളുകളാണ് നിൽക്കേണ്ടത്. പക്ഷേ പാവം മനുഷ്യനായതുകൊണ്ട് നമുക്ക് അതിനൊന്നും മുഖം കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഇന്നെല്ലാം പണത്തിന്റെ പേരിലാകുന്നു. എല്ലാം സ്നേഹത്തിലും പണമാണ്, ബഹുമാനത്തിലും പണമാണ്, ആദരവിലും പണമാണ്, രോഗസന്ദർശനത്തിലും പണമാണ്. പണമുള്ളവരാണോ രോഗത്തിൽ കിടക്കുന്നത്, അയാളെ സന്ദർശിക്കാൻ 100 ആളുകൾ കയറിയിറങ്ങും. നേരെ മറിച്ച് പാവപ്പെട്ടവരാണെങ്കിൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണല്ലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിസ്സ കേൾക്കുമ്പോൾ, കഥ കേൾക്കുമ്പോൾ ആ മഹാനവറുകളെ ഇത്രയും വലിയ ഉന്നതനാക്കിയ ഒരു മഹത്വം, എന്തൊരു മഹത്വമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, അന്നൻ ഖാല റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ഒരു ദിവസം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, നിങ്ങളിൽ നിന്ന് ആരാണ്, സ്വഹാബത്തിന്റെ മുമ്പിൽ ചോദിക്കുകയാണ്, നിങ്ങളിൽ ഇന്ന് ആരാണ് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്, നിങ്ങൾക്കിന്ന് നോമ്പുള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടാത്ത സമയത്ത് ഖാല അബൂബക്രിൻ അന യാ റസൂലല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നേരത്തെ ഇബ്ലീസ് വരും അല്ലേ? വല്ലാത്ത രസമാണ്. ഇത് ഒരു ദിവസേലും ഇല്ലാത്തില്ലല്ലോ. ഓക്കെ, ഞാനുണ്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അടുത്ത ചോദ്യം വരുന്നു, മൻ ആദ മിൻകുമുൽ യൗമ മരീദാ, നിങ്ങളിൽ നിന്ന് രോഗിയെ സന്ദർശിച്ചവൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബിയുടെ രണ്ടാമത്തെ ചോദ്യം വന്നു സഹാബത്തിനോട്, നിങ്ങളിൽ നിന്ന് രോഗിയെ സന്ദർശിച്ചവർ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ പ്രവാചകരുടെ ചോദ്യത്തിന് മറുപടിയായി ആരുമൊന്നും മിണ്ടാതിരുന്നപ്പോൾ ഖാല അബൂബക്രിൻ അനാ, നബിയേ ഞാനുണ്ട്, നബിയേ ഞാനും ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം വരുന്നു, ഖാല മൻ ഷഹിദ മിൻകുമുൽ യൗമ ജനാസ, ഇന്നൊരു ജനാസയെ അനുഗമിച്ചവർ ആരുണ്ട്, ഒരു ജനാസയിൽ പങ്കെടുത്തവരാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിനും മറുപടിയായി നമ്മുടെ പ്രിയപ്പെട്ട സഹാബത്തായ നമ്മുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന യാ റസൂലല്ലാഹ്, അന ഞാനുണ്ട് നബിയേ. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്തൊരു മനുഷ്യൻ, എന്തൊരു സ്വഭാവം, എന്തൊരു പ്രവർത്തനം, ശ്ലാഘനീയമായ പ്രവർത്തനം കണ്ടപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്, രോഗിയെ സന്ദർശിച്ച ജനാസയിൽ പങ്കെടുത്ത നോമ്പുകാരനായ ആളോട് പറയുന്നു, മജ്തമഅന ഫീ റജുലിൻ ഇല്ലാ ദഖലൽ ജന്ന, ഇത് മുഴുവനും ഒരാളിൽ സമ്മേളിക്കുകയില്ല, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ എന്ന് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ രോഗിയെ സന്ദർശിക്കണം. മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഗുദവതൻ, ഒരു രാത്രി ഒരു രാവിലെ ഒരാൾ ഒരു മുസ്ലിമിനെ സന്ദർശിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം ഇല്ലാ സല്ലാ അലൈഹി സബഊന മലക് ഹത്താ യുംസി. രാവിലെ ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ, രോഗം വലുതാകണമെന്നില്ല, എന്തൊരു ചെറിയ രോഗമാണെങ്കിലും നമുക്ക് സന്ദർശിക്കാം. ആ സന്ദർശിക്കുമ്പോൾ അയാൾക്ക് 70,000 മലക്കുകൾ ശഫാഅത്ത് ചൊല്ലും. 70,000 മലക്കുകൾ അയാളുടെ മേൽ സ്വലാത്ത് ചൊല്ലും, അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്. എന്നാൽ വൈകുന്നേരമാണ് അയാൾ സന്ദർശിച്ചതെങ്കിൽ, വൈകുന്നേരമാണ് അയാൾ ആ രോഗിയെ സന്ദർശിച്ചതെങ്കിൽ, ഇല്ലാ സല്ലാ അലൈഹി സബഊന അൽഫ മലക്, 70,000 മലക്കുകൾ അയാളുടെ മേൽ ഹത്താ യുസ്ബിഹ, നേരം വെളുക്കുന്നതുവരെ സ്വലാത്ത് ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിലുള്ള പൂന്തോപ്പുകളും പൂന്തോട്ടങ്ങളും പഴങ്ങളും എല്ലാം അയാൾക്കുണ്ടാകുമെന്ന് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി. ഇങ്ങനെ ഒട്ടനവധി ഹദീസുകൾ ഒരുപാട് കേട്ടത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ മനസ്സ് 2 വാക്ക് കേട്ടാലും നമുക്ക് എന്ത് തോന്നണം? റബ്ബേ, ഇനി ഞാൻ വല്ല രോഗികളെയും എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുള്ള വല്ല രോഗികളെയും കണ്ടാൽ അവിടെ പോയി ഞാൻ സന്ദർശിക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അവർക്ക് പാപമാണെങ്കിൽ, ദുർബലരാണെങ്കിൽ, മരുന്ന് കഴിക്കാനൊന്നും കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി മരുന്ന് വാങ്ങി കൊടുക്കാനുള്ള ഒരു സഹായം എന്നിൽ നിന്ന് കൊടുക്കാൻ എനിക്ക് കഴിയണമെന്ന ഒരു മനസ്സ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗമെന്ന് മാത്രമല്ല പലതും. ഇപ്പോൾ നമ്മൾ പറയുന്നത് രോഗത്തെക്കുറിച്ചാണ്, രോഗികളെക്കുറിച്ചാണ്, രോഗസന്ദർശനത്തെക്കുറിച്ചാണ്. എല്ലാ വിഷയത്തിലും അങ്ങനെയുള്ള ഒരു മനസ്സാണ് നമുക്ക് അല്ലാഹു നൽകേണ്ടത്. നമുക്ക് അല്ലാഹു നൽകട്ടെ. ഒരാളൊരു രോഗിയെ, ഒരു ഹദീസ് കൂടി പറയാൻ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മൻ ആദ മരീബ, ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചാൽ, നാദാ മുനാദിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നുള്ള ഒരു വിളിയാളം വരുന്നതാണ്, തിബ്താ വതാബ മംശാക വതബവ്വഅത മിനൽ ജന്നതി മൻസിലാ, നിങ്ങൾ നല്ലത് ചെയ്തു, നിങ്ങൾ നടന്നുപോയ വഴിയൊക്കെ എത്രയോ നല്ലത് പ്രവർത്തിച്ചു, നല്ലതാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് വല്ലാത്ത ഒരു സ്ഥാനം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. എന്ന ആകാശത്തിൽ നിന്നൊരു വിളിയാളം വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രോഗികളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ കാരണം, എന്റെ കുറച്ചു കാലമാണെങ്കിലും ഞാനൊക്കെ ഒരു പള്ളിയിലോ മദ്രസയിലോ ഒക്കെ നിന്നപ്പോൾ, ഒരു മഹല്ലത്തിലൊക്കെ നിന്നപ്പോൾ ഒരുപാട് പാവങ്ങളായ ആളുകളെ ശ്രദ്ധിക്കാൻ ആരുമുണ്ടാവില്ല. ഒരാളുണ്ടായിരുന്നു, അയാള് ഒരുപാട് കാലം പള്ളിക്കും മദ്രസക്കും, എന്റെ ഒരു ഉദാഹരണം അനുഭവമാണ് ഞാൻ പറയുന്നത്, എന്നിട്ട് അവസാനിപ്പിക്കാം. ഒരുപാട് കാലം അയാള് പള്ളിക്കും മദ്രസക്കും വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച, എല്ലാ വിഷയത്തിലും സജീവമായി പങ്കെടുക്കുന്ന ഒരു മാന്യദേഹം. അല്ലാഹു അദ്ദേഹത്തെ